ഹലോ, വെയിറ്റ് കുറക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് എങ്ങനെ തുടങ്ങാമെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ മനസ്സിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. അതിൽ ഫസ്റ്റ് കാര്യമാണ് നമ്മൾ നാളെ തുടങ്ങാമെന്ന് വിചാരിക്കുന്ന കാര്യം ഇന്ന് തന്നെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നാളെ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, നാളെ മുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്നത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. രണ്ടാമത്തെ കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക. ഒരു മാക്സിമം 2 ലിറ്ററെങ്കിലും കുടിക്കണം എന്നാണ്. എന്നാലും ഒരു ലിറ്ററെങ്കിലും കുടിക്കുക. ചിലപ്പോൾ വെള്ളം ഒരുപാട് കുടിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാനുള്ളൊക്കെ ഒരു ചാൻസ് ഉണ്ട് ആദ്യമായിട്ട് കുടിക്കുന്നവർക്ക്. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കുടിക്കുക, എന്നിട്ട് ഇങ്ങനെ അളവ് കൂട്ടിക്കൊണ്ട് വരിക. അടുത്തത് പോർഷൻ കൺട്രോൾ. ഇപ്പോൾ ഒരു പ്ലേറ്റ് ഫുള്ള് ഫുഡ് കഴിക്കുക എന്ന് വിചാരിക്കുക. അത് പെട്ടെന്ന് നിർത്താനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അത് പെട്ടെന്ന് നിർത്തിയാൽ നമുക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ വരും. കാരണം നമ്മൾ അതിന് യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പോർഷൻ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ഒരു പ്ലേറ്റ് ഫുഡ് എന്നുള്ളത് പകുതിയാക്കി കുറയ്ക്കുക, എന്നിട്ട് പിന്നെ അതിൻ്റെ പകുതിയാക്കി കുറയ്ക്കുക. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ഫുഡിൻ്റെ അളവ് കുറയ്ക്കുക. അതിൽ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക, ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, വിറ്റാമിൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുക. ജങ്ക് ഫുഡ് അതേപോലെ മധുരമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. അപ്പോൾ മധുരം കഴിക്കുന്നവർക്ക് അത് പെട്ടെന്ന് നിർത്തിയാൽ സ്ട്രെസ്സൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് കഴിക്കുക, എന്നിട്ട് ആ ഭാഗത്തേക്കേ നോക്കരുത്, എന്നിട്ട് അവിടെ നിന്ന് പോവുക. അങ്ങനെ നമ്മുടെ ഒരു ഒരു ക്രേവിങ്സ് അത് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വർക്കൗട്ട് എന്തായാലും ചെയ്യണം. വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി ടോൺ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇഞ്ചസ് കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്കൗട്ടിലൂടെ സാധിക്കുകയുള്ളൂ. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതും പോർഷൻ കൺട്രോളും കൂടി ആകുമ്പോൾ നിങ്ങൾ സെറ്റായി വെയിറ്റ് ലോസ് നിങ്ങൾക്ക് താനെ വന്നോളും. വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റിലേ പോയിട്ട് ഇരുന്ന് വർക്കൗട്ട് ചെയ്യരുത്. കാരണം അത് നമ്മുടെ ബോഡിയിൽ നല്ല ചേഞ്ചസ് വരുത്തും, ക്ഷീണമാവും, പിന്നെ നമുക്ക് ആ ഭാഗത്തേക്കേ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ചെറുതായിട്ട് തുടങ്ങാം, എന്നിട്ട് പിന്നെ ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ ഒരു 15 മിനിറ്റ് തുടങ്ങി വിചാരിച്ചാൽ പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും ടൈം കൂട്ടിക്കൊണ്ടുവരിക. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താൽ നന്നായി ബോഡി പെയിൻ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്നും കാര്യമാക്കരുത്. അത് ഓരോ ദിവസം വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. അപ്പോൾ പനി വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ ബോഡിയിലോട്ട് അത് അഡാപ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അത് പിന്നെ നമുക്ക് വേദനകളൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പെയിനൊക്കെ എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം. 8 മണിക്കൂർ എന്തായാലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതിലൂടെ നമ്മുടെ സ്ട്രെസ്സൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വെയിറ്റ് കുറക്കുക. നിങ്ങളെ വെയിറ്റ് താഴെ മെൻഷൻ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്